ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സോളോ സ്ക്വാഡ് ഡബിൾ സ്നൈപ്പർ ഗെയിം പ്ലേ ആണ്. ഗൈസ് വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ജസ്റ്റ് നമ്മളെടുത്ത വീഡിയോസൊക്കെ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ പണ്ടത്തെ പോലെ സപ്പോർട്ടൊന്നുമില്ല. ഇപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ 3 നേരം ഫുൾ മാപ്പ് സ്ക്രിമ്മൊക്കെ കളിക്കണോണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടാറില്ല, ഷോർട്സ് എടുക്കാൻ ടൈം കിട്ടാറില്ല. പിന്നെ പാതിരാത്രി 3 മണി 4 മണി നേരത്തൊക്കെ കളിച്ചിട്ട് ചെയ്തിട്ടാണ് ക്ലിപ്പ് എടുത്ത് വെക്കണത്. രാവിലെ കഴിഞ്ഞാൽ പിന്നെ അധികം ടൈം കിട്ടാത്തതുകൊണ്ട് എന്ത് പറയുക, വീഡിയോ ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ അത്ര എഫേർട്ട് എടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് കാണിക്കാവുന്നത്. നിങ്ങൾക്ക് രീതിക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളൊക്കെ പറഞ്ഞ അതുപോലെ നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കാം വീഡിയോസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഗെയിം പ്ലേ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ബ്ലൂസണൊക്കെ വന്ന് M82 ഒന്നും ഇല്ലാണ്ടായി ഗൈസ്. ഒരു M82 ഇത്രയായിട്ടും കിട്ടിയില്ല എനിക്ക്. ഞാൻ നോക്കിയപ്പോൾ റൈറ്റിൽ നിന്ന് ഒരു ഫുഡ് സ്റ്റെപ്പ് അപ്പോൾ നോക്കിയാൽ മുന്നിലുള്ള അവനെ ഞാൻ കുത്തിപ്പിടിച്ചൊരു 190 ഡാമേജ് എടുത്തു. അപ്പം തന്നെ അത് മെത്ര എടുത്തിട്ട് ഞാൻ ഒന്ന് നോക്കി ഐറസ് എടുത്ത് അവൻ്റെ പെട്ടെന്ന് അടിച്ച് പൊട്ടിച്ച്. അല്ലെങ്കിൽ നമ്മളെ അടുത്തേക്കാണ് അവൻ തീമിത്തിരിട്ടിരിക്കില്ല. അതാണ് ഞാൻ കില്ലങ്ങോട്ട് ഫിനിഷ് പെട്ടെന്ന് ഗ്ലൂ ഇട്ട് മുന്നിൽ അടി കിടക്കണ്ടായി. വേറെ തന്നെ കൊന്നൊരുത്തൻ്റെ എനിക്ക് അങ്ങ് ഒരു M82 കിട്ടി. ഇത്ര തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതിൽ ചെറിയ വീട്ടിൽ പോയി അവന് കിട്ടി ഒരു M82. നോക്കിയാൽ മുന്നിൽ ഫുൾ അടി. ഇവിടെ എന്നാൽ ചാവുന്നറിയാം സോണിന്ന്. എന്നാലും അടിച്ചിടാച്ചാൽ ഞാനാണെങ്കിൽ റൈറ്റിൽ പോയി ഒരു ഷോട്ട് അവിടെ നിൽക്കും. നേരെ സ്കോപ്പ് ചെയ്തിട്ട് തലക്ക് കയറി ഒരു മനസ്സമാധാനം അങ്ങനെ തലക്ക് കയറിയപ്പോൾ അപ്പം തന്നെ ക്ലൂ ഇട്ട് ഇവിടെ വേറെ അടി നടക്കണുണ്ട്. അപ്പോൾ വെന്റി മിഷൻ്റെ അവിടെ ആളുണ്ടെന്നുണ്ട്. അങ്ങനെ അവനടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിയിട്ട് അവനാണെങ്കിൽ ഓടിപ്പോണ്. അതിൻ്റെ അടിയാണ് കൊള്ളണമില്ല. അങ്ങനെ ഒരു 123 കൊടുത്ത് അപ്പം തന്നെ അവൻ പോകുമ്പോൾ എനിക്ക് അടുത്തടിയും കൊടുത്ത് അവൻ അവിടെ നോക്കിട്ട് അതിനെ പെട്ടെന്ന് കൊന്നു. മുന്നിൽ അവിടെ എങ്ങാണ്ട് ഫുഡ് സ്റ്റെപ്പ് ആക്കണ്ട. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ടെലിപ്പോർട്ടാണ് കേട്ടത് മുന്നിൽ വീണത്. ഞാൻ ഇതിപ്പോൾ എവിടെ നിന്ന് വീണ് നോക്കിയോ മുന്നിൽ നിന്ന് വേറെ അടി എനിക്ക്. അവനാണെങ്കിൽ ഒരു 123 കൊടുത്ത് അടുത്തൊരു അടി കൊണ്ടില്ല. അടുത്തതിൻ്റെ അടുത്തൊരു 74 കയറി അടുത്ത അടിയും കൊണ്ട് 74 ഉണ്ട്. എന്നൊരു ചത്തില്ല. അവസാനം തലക്കടിച്ചിട്ടാണ് ആ ഷൊട്ട ചത്തത്. എന്ത് പറയാം, ഗരീനയുടെ ഓരോ ലീലാവിലാസങ്ങളെ കൗണ്ടാവണ വേറെ ഡാമേജ്, കൊടുക്കണത് വേറെ ഡാമേജ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കണത്. അങ്ങനെ ആ കില്ലും പിന്നെ സെൻറ്റോസൊക്കെ നമ്മൾ എൻ്റെ മുന്നിൽ എടുത്തത്. വെന്റി മെഷീനിലാണെങ്കിൽ ഓഫറുണ്ടായി ഇടപെടുന്നത്. അവനാണ് വെന്റി മെഷീൻ്റെ അവിടെ പോയിട്ട് അവൻ നേരെ ഓടി. ഞാനുള്ളപ്പോൾ അതൊക്കെ ഉപകരിച്ചു അങ്ങോട്ട് കയറാൻ നിന്നില്ല. അങ്ങനെ നേരെ വെന്റി മെഷീനിൽ കയറി 1800 ടോക്കൺ ഉണ്ടായി. ഞാൻ പെട്ടെന്ന് സ്നൈപ്പറിൻ്റെ മോയും വാങ്ങി. ഇപ്പോൾ M82 AW വാങ്ങി. ഇനിയിപ്പോൾ ആരും നേരെ അടിച്ചിടാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് അധികം നേരം ഉണ്ടായില്ല. ഞാനൊരു ടെസ്റ്റ് ചുമ്മാ എടുത്തിട്ടാണ് കില്ല് അടിക്കാൻ വെച്ചിട്ട്. അതൊരു 4 എനിമീസ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് ഒരു തന്നെ 2 ആളൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് 4 എണ്ണം കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ കാട്ടുന്ന ആലോചിച്ചിരിക്കും. നൈറിസാണ് എൻ്റെ കുറേ ലാൻഡ് വേണ്ടിയാണ്. മണ്ടന്മാരാണ് കയറി വരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. മുന്നിൽ നോക്കിയാൽ അവന്മാർ തലയിട്ട് കഴിഞ്ഞ് അടിക്കുന്ന ടീംസാണ് മനസ്സിലായി. 4 എണ്ണം കൂടെ ഒരുമിച്ച് വരവേ ഏതായാലും ബാക്കിൽ വന്ന് ഈട് പൊട്ടുന്ന എനിക്ക് മനസ്സിലായി. ഇവന്മാരാണെങ്കിൽ അടിക്കാനും പറ്റില്ല. ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുകൊണ്ട് പക്ഷേ അടി കൊണ്ടില്ല. ഒരിക്കലും ഡാമേജ് കയറി അവനാ പെറ്റിട്ടുണ്ട്. അവൻ നോക്കായിട്ട് ഞാൻ അടുത്ത ലാൻഡ്മാനും കൊണ്ടിട്ട് ഇവനെ പെട്ടെന്ന് അടിക്കാൻ നോക്കി. പക്ഷെ ഫസ്റ്റ് അടി കൊണ്ടില്ല, പിന്നത്തെ അടി കൊണ്ടില്ല. ജാബിച്ച് മൂഞ്ചി വെച്ചവിടെ വയറ്റിൽ പൊട്ടനേത്ത് ഒരു അടി കൊണ്ട് അപ്പം തന്നെ എടുത്ത് ബുക്കൊക്കെ ആയിട്ടത്. അവന് നല്ല ഡാമേജ് കൊടുത്ത് അവന് പിന്നെ അടിക്കുക അടി കൊണ്ടില്ല. ഒരു തന്നെ ഇവർ ലാൻഡ്മാനിൽ പൊട്ടി സോണി. അപ്പം തന്നെ ഞാൻ ഐറിസിട്ട് അവിടെ ബാക്കിലുള്ളവർ പടച്ചോടെ അവസാനം അവന് നോക്കായി. ഞങ്ങൾക്ക് അവരുടെ ടീമിൽ ഒരുത്തരം കൂടെ ഉള്ളൂ. 3 ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്നാണല്ലേ നോക്കായത്. എന്തിപ്പോൾ ഇവിടെ സംഭവിച്ചത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കണത്. സോണൊക്കെ വന്നു. പക്ഷെ ലാസ്റ്റ് ഒരു എനിമിയും കൂടെ ടീം. അപ്പോൾ അവൻ്റെ മുന്നിൽ പോയി 123 കൊടുത്ത് അടുത്തടി അടിക്കുക. അടുത്തടി കൊണ്ടില്ല. ഗ്ലൂവിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ 74 കൂടെ കയറി നേരെ അവന് ചാടി അടിച്ച് വൈപ്പോട്ടായെന്ന് വെച്ചപ്പോൾ അവൻ നോക്കായി. അപ്പോൾ മനസ്സിലായി പൊക്കിടും. നോക്കി മുന്നിൽ വന്നപ്പോൾ M82 ചോര ഇഷ്ടപ്പെടാം. അവനെ എറി തന്നെ അവൻ്റെ തലമണ്ട പൊട്ടിച്ച് അങ്ങനെ ആ സ്കോഡിനെ അങ്ങോട്ട് വൈപ്പെടുത്തു. അപ്പോൾ അവങ്ങൾ ഒറ്റക്കൊള്ളുകാരന് കയറി എന്താണ് എന്ത് ശരിക്കും ഞാനാണ് അവിടെ പേടിക്കേണ്ടത്. പക്ഷെ മെണ്ടന്മാരാണ് അവിടെ പേടിച്ചു പോയി. കോച്ച് നോക്കി നേരെ പീക്കി കൊന്നപ്പോഴാണെങ്കിൽ പീക്കിൻ്റെ ടോപ്പിലാണ്. ഞാൻ അവനെ പിടിച്ചടിക്കുമ്പോൾ അവൻ എന്നെ കണ്ട് പിന്നെ 70 വെച്ചിട്ട് കളഞ്ഞു. പക്ഷെ ഞാൻ അപ്പത്തിന് അവനെ അടിച്ച് നോക്കിട്ട് അവൻ 2 ആളുടെ പിന്നെ അടിക്കാന്നില്ല. ബാക്കിലാണെങ്കിൽ അതിലും വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. മെല്ലൊരു മെഡടിച്ച് ബാക്ക് വലിച്ചപ്പോഴാണെങ്കിൽ എനിക്ക് ബാക്കിൽ നിന്ന് നല്ല അടിയിട്ടുണ്ട്. അവനെ ഞാൻ നോക്കിയിട്ടുണ്ട്. അവൻ ആ ദേഷ്യമുണ്ട്. അതുകൊണ്ട് എന്നെ പിടിച്ച് അവനെ അടിച്ച് എന്നെ 10 ലൈഫാക്കിയാണ്. ഞാൻ പെട്ടെന്ന് ഗ്ലൂ ഇട്ട് മെഡടിക്കാന്നില്ല. ഗ്ലൂവിൻ്റെ HP ഇട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതും അടിച്ചടിച്ച് ഒരു 3/4 HP അതിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ മറ്റേ ലോഞ്ചറൊക്കെ ഉണ്ട്. ഞാനാണ് പെട്ടെന്ന് തന്നെ ബാക്ക് വലി. ഇനി ഇവിടെ നിന്നാൽ പണി കിട്ടുന്ന വെച്ചിട്ട് ഞാൻ കറക്റ്റ് കവറിൽ കയറി. ആദ്യം നിന്നെ എടുത്തിട്ട് റൂഫിലുള്ളവന്മാരെ എടുത്തോളാന്ന് വെച്ച്. അവൻ മറ്റവനാണെങ്കിൽ കയറി വരുന്ന വെച്ച്. പക്ഷെ ആ മണ്ടനാണെങ്കിൽ കയറി വന്നില്ല ഇങ്ങോട്ട്. എൻ്റെ ഏതായാലും സോൺ വരണം. അവൻ ഏതായാലും പുറത്തിറങ്ങണം. ഞാൻ നിൽക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ ഒരു ഫുഡ് സ്റ്റെപ്പ് കിട്ടുന്നത്. ഞാൻ നേരെ ചാടിയത് അവൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് അടി മിസ്സായി. സെക്കൻഡ് ഷോട്ട് കൊണ്ട് പക്ഷെ അവൻ്റെ മറ്റേ ജോസഫ് ഉണ്ടായിരുന്നു. അടുത്തടി അടിച്ചതും അവൻ മറ്റേ ടെലിപ്പോർട്ട് കൊന്നു. അവൻ അവിടെ നോക്കായി. ഏതായാലും നീ എൻ്റെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ സോണിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ലല്ലോ. ഇപ്പോൾ സാൻറ്റീനെ ഏത് ഇനിമി ഏതാണെന്ന് മനസ്സിലാവും. അവിടെ 2 എണ്ണം നിൽക്കാൻ കണ്ടപ്പോൾ ഞാനോട് ഒരുത്തരം നോക്കിട്ട് നോക്കിയപ്പോൾ അത് സാൻറ്റീനോ കുട്ടിയായിരുന്നു. ഞാൻ അവനെ കൊന്നപ്പോൾ ആ ചക്കനും ചത്ത് സാൻറ്റീനോ. അവിടെ നേരെ പീക്കി തന്നെ കയറി. സോണ ഭാഗപ്പോൾ നമുക്ക് മുന്നിലേക്ക് ഒരു ഫുൾ സ്കൂഡ്. ഞാൻ ഒരുത്തന് 123 കൊടുത്ത് നോക്കിയപ്പോൾ അവൻ ഗ്ലൂട്ടത് ഒരു 74 കൂടെ കൊടുത്തു. അപ്പോൾ അടുത്ത ഗ്ലൂ ഇട്ട് പച്ച ഗ്ലൂ. ഞാൻ അപ്പം തന്നെ മറ്റേ ഐറിസും കൊണ്ട് ഇട്ടപ്പോൾ മുന്നിൽ കുറേ മോക്കോത്ത. അപ്പോൾ ഞാൻ ഒരുത്തന് 123 എടുത്ത് അടുത്തടിച്ച് കൊണ്ടില്ല. അടുത്തടിക്കുക ഒരുത്തന് 83 കയറി അടുത്തടിക്ക് ഒരു നോക്കും കിട്ടി.
അവരങ്ങടെ ആകെ പാനിക്കായി എന്ന് പറയാം. നല്ല ഡാമേജ് എൻ്റെ അടുത്തും കിട്ടണ്ടേ. ഇങ്ങനെ 123 132 എന്നൊക്കെ പറഞ്ഞ് ചടപടാന്ന് പറഞ്ഞാണ് കയറണത്. ചത്തില്ല ഒരെണ്ണം പോലും, പക്ഷെ നോക്കായി. അവന്മാരെല്ലാവരെയും പൊക്കി വിട്ട അവസാനം മുന്നിൽ നോക്കിയപ്പോൾ അവന്മാരെ അവിടെ ഓടിക്കളിക്കുക. എന്നെ കണ്ടില്ല വന്നു. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നു. ഒരടിയും കൊള്ളില്ല. ലാസ്റ്റ് ഒരു 165 ഉണ്ട്. അപ്പം തന്നെ ഗ്ലൂട്ട് എന്നെ അടിക്കണമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അടിച്ച് ഒരുത്തന്നെ നോക്കിയിട്ട് അപ്പോൾ അവന്മാർ നോക്ക് കണ്ടത് അവന്മാരെ ടീമിനെ പൊക്കം പോയി. അപ്പോഴും ഞാൻ ഒരു 133 കൊടുത്ത്. പെട്ടെന്ന് ഇൻഹെലർ അടിച്ച് അടുത്ത സ്കോപ്പ് ഇട്ടപ്പോൾ അടുത്ത് ഒരു 123 കൊടുത്ത്. അപ്പോൾ തന്നെ എന്താ അവന്മാർ പാക്ക് അടിച്ചത് ഞാൻ നല്ല ഡാമേജ് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ഐറിസ് എൻ്റെ റീലോടെ അപ്പോൾ ഒരു ഡൗണും കിട്ടി. പിന്നെ ഏതായാലും അവന്മാരെ പിടിച്ചടിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഐറിസ് ഊട്ട് ഒന്നും നോക്കിയില്ല. അങ്ങോട്ട് അടിച്ചടിച്ച് ഡാമേജ് നല്ല രീതിയിൽ കൊടുത്ത് ഒരു ഡൗണും ഇടാൻ നോക്കി. പക്ഷെ ഡൗണൊന്നും ഇല്ല. അപ്പോൾ ഇതിന് അവന്മാർ പച്ച ബോംബ് ഇട്ട് കോഡ് ഫുള്ള് തന്നെ കണ്ട്. ഞാൻ ഒന്നും നോക്കില്ല. നേരെ ലോഞ്ച് പാഡ് ഞാൻ ഓടി. ഞാൻ 4 അടി ഇടിച്ചാണെന്നല്ലേ കുറച്ച് നേരം നിന്ന് കളിക്കുന്നത്. ലോഞ്ച് പാഡ് അടിച്ച് മുന്നിൽ വീണത് റൈറ്റിൽ ഒഴിച്ചത്. അവനൊരു 165 കൊടുത്ത് പെട്ടെന്ന് ചാടി അടിച്ച് അവനെ നോക്കട്ടെ. ഏതായാലും ഇത്ര കില്ലടിച്ചു. ഇനി ഏതായാലും കൂടി അടിക്കണമെങ്കിൽ ഞാൻ ഈ ലോബിയിൽ നിന്ന് പോകില്ല. എനിക്ക് മുന്നിൽ നിന്ന് ഒരുത്തനെ അടിക്കണം. അവന് ഞാൻ ചെറിയ ഡാമേജ് എടുക്കാക്കി ഒരു 68 കയറി. അടുത്തടിക്കെങ്കിൽ അടുത്തടിയും കൊണ്ടില്ല. അപ്പം തന്നെ അടുത്തടിച്ച് ഒരു 65 കൂടെ കൊണ്ട്. പിന്നെ എനിക്ക് അടി കൊണ്ടില്ല. അവനാണെങ്കിൽ ആ മരത്തിനാണെങ്കിൽ കവർ നേരെ പിടിച്ചു. എന്നെ അടിച്ചിട്ട് സ്കോഡാണെങ്കിൽ പീക്കിൻ്റെ അടിയിൽ കയറണം. അവൻ രണ്ടാളാരാണ് കൊന്നത്. ഞാനാണെങ്കിൽ ജസ്റ്റ് അവന് ഡാമേജ് കൊടുക്കാറുണ്ട്. പക്ഷെ ഡാമേജ് കൊടുക്കില്ല. അവൻ ലെഫ്റ്റിൽ നിന്ന് അടി വന്നിട്ട് അവൻ അങ്ങോട്ട് കയറിച്ചിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ 2 അടി കറച്ച് കൊള്ളിച്ചോണ്ട് അവൻ അവിടെ ചത്തു. പെട്ടെന്ന് ആ കില്ല് ഫിനിഷ് ചെയ്ത് അവൻ്റെ ടീമിൽ നിന്ന് ലാസ്റ്റ് തോന്നെ അടിക്കാൻ വെച്ചാൽ എൻ്റെ ഐറിസ് ആണെങ്കിൽ ലോഡായിട്ടില്ല. ഞാനിപ്പോൾ എല്ലാവരും ചെറിയ ഡാമേജ് വെച്ച് അവന് കൊടുക്കണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല. പെട്ടെന്ന് ഐറിസ് ലോഡായി ഞാൻ ഐറിസ് വെച്ച് അടിച്ച് 2 അടി കൊടുത്തു. പക്ഷെ അവൻ ചത്തില്ല. അപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് വന്ന് അവൻ ഒരു ഉണ്ടെങ്കിലും ഇട്ടാൽ ചത്തു. പക്ഷെ ബാക്കിലാളൊന്നും അടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അവൻ അടിച്ച് 27 കൊടുത്ത് അവനെ നോക്കണം. അവൻ്റെ ബെസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇവനങ്ങോട്ട് കില്ലങ്ങോട്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് സൈലൻസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആ കില്ലങ്ങോട്ട് കിട്ടി എനിക്ക്. പിന്നെ അവനടിക്കാക്കിയപ്പോൾ അവനെ കാണാനുമില്ല. അവൻ ആ കല്ലിൻ്റെ ബാക്കിലല്ലേ ആ കില്ല് മറ്റേ ലെഫ്റ്റിലുള്ളവരെടുത്തത്. അപ്പോൾ ഒരുത്തന്നെ ആ പാറയുടെ ബാക്കിൽ പോയപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് ചെന്ന് ഒരടി അടിക്കാൻ നോക്കിയാൽ അടി പോയില്ല. അപ്പോൾ അടുത്തടി കോപ്പി അടിച്ചൊരു 160 പോയി. അടുത്തടി അടിക്കാൻ വെച്ചപ്പോൾ അവൻ ഗ്ലൂവിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ തന്നെ ഞാൻ M2 എടുത്ത് ഒരടി കൂടെ അടിച്ചു. അതൊരു 67-77 അങ്ങോട്ട് കയറി. ജസ്റ്റ് അവൻ നല്ല ഡാമേജ് ആയിട്ടുള്ള അവൻ ഗ്ലൂ ഇട്ടാണ്. ലെഫ്റ്റിലുള്ള ബോംബ് ഫ്രീസ് ബോംബൊക്കെ എടുത്ത് തരണം. അപ്പോൾ തന്നെ അവൻ ബാക്കിനടി ഒന്ന് ഞാനൊരു 165 എടുത്ത് അവനെ നോക്കിയിട്ട് ആ കില്ലെടുക്കാൻ വെച്ച് പോയപ്പോൾ ആ കില്ല് ഒരുത്തൻ കുമ്മനടിച്ച് സ്കാർ വെച്ചിട്ട് എൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ആളാണ്. ഞങ്ങൾ 3 പേരടിഞ്ഞുള്ളത്. ഞാനും ലെഫ്റ്റിലുള്ളവനും റൈറ്റിലുള്ളവന്. ഏതായാലും ആ ലെഫ്റ്റിലുള്ളവർ അങ്ങോട്ട് ഓടിയെന്ന് ഞാനൊരു 165 എടുത്ത് കൊടുത്തു. പെട്ടെന്ന് അടുത്തടിക്കും അടുത്തടി കൊണ്ടില്ല. അവൻ്റെ പച്ചക്ക് വന്നു. അത് ഞാൻ മാക്സിമം വെച്ചിട്ടില്ല. ഐറിസ് ഇട്ടിട്ട് ഞാൻ ഒരു ഉണ്ട കൊള്ളിപ്പിച്ച്. പക്ഷെ അവൻ ചത്തില്ല. 132 ഉണ്ട് കേട്ടോ. അവന് ഐഡിയ ഉള്ളതുകൊണ്ടേ സുഖമാണ് അവന് മറ്റേ കിട്ടിക്കൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് റഷ് ചെയ്താണ്. എൻ്റെ അടുത്ത് പച്ച ബോംബറുണ്ട്. എൻ്റെ ആണെങ്കിൽ ഇടവിൽ ഒറ്റുണ്ട്. ആ ഇടവിൽ ഉണ്ടാ മിസ് നേരെ ഇടവന്ന് ഞാൻ കൂടെ ഓട്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാവില്ല. അതിൻ്റെ 4 വെസ്റ്റായിട്ട് ഞാൻ ചത്തില്ല എന്നറിയാം. അവിടെ അല്ലെങ്കിൽ ഞാൻ ചത്തേന്. ഞാൻ കില്ലെടുക്കാൻ പോയില്ല. ഇവന് ഡാമേജ് കൊടുത്തു. ഇവനെ അവൻ കുമ്മനടിച്ച സ്കാർ വെച്ച്. എൻ്റെ 2 കില്ലാണ് ഈ കള്ളപ്പന്തി കുമ്മനടിച്ച്. ഞാൻ ഒറ്റ എടുത്തുള്ളൂ. എൻ്റെ M2 വേണ റീലോഡുമാണ്. പെട്ടെന്ന് അടിക്കാൻ നോക്കിയപ്പോൾ റീലോഡ് വന്നു. ഓപ്പണിങ് പെട്ടെന്ന് കവർ ചെയ്യുന്ന ഒരടിച്ച് അതൊരു 74 കയറി. അടുത്തടി അടിച്ച് അടുത്തടി ഡാമേജ് ഉണ്ട്. അങ്ങനെ എല്ലാ അടിയും കൊണ്ട് 3 അടി അടിച്ച് 3 അടിയും കൊണ്ട് അവൻ ഒരിക്കലും എക്സ്പെക്റ്റും കൂടെ ചെയ്തില്ല. അങ്ങനെ ഒരു അടിക്കുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു അടിപൊളി കളി കളിച്ച് ബൂയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഗൈസ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും